like a Hellcat. ഞാൻ സോബിഷിജി CBSE NCERT ക്ലാസ് 8 പോയം സിൽവിയ സ്റ്റാൾസിൻ്റെ 1 എന്ന പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് വിത്തിൻ 20 വേർഡ്സ് ഈച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ സാൻസ് ഓഫ് ടൈം? കാലത്തിൻ്റെ മണലിൽ എന്നതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ, ബൈ സാൻസ് ഓഫ് ടൈം ദ പോയറ്റ് മീൻസ് ദ ഇയേഴ്സ് ദാറ്റ് ഹാവ് പാസ്ഡ് ബൈ. കടന്നുപോയ വർഷങ്ങൾ എന്നാണ് കവി അർത്ഥമാക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെയർ വുഡ് ദ ബേർഡ് ചിർപ്പ് ഫ്രം? എവിടെ നിന്നാണ് പക്ഷിയുടെ ചിലപ്പ് കേൾക്കുന്നത്? ആൻസർ, ദ ബേർഡ്സ് വുഡ് ചിർപ്പ് ഫ്രം സൈറ്റ്സ് അൺസീൻ. കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് ആസ്ക് അസ് ടു പ്ലാന്റ്? എന്ത് നടാനാണ് കവി നമ്മളോട് ആവശ്യപ്പെടുന്നത്? ദ പോയറ്റ് ആസ്ക് അസ് ടു പ്ലാന്റ് എ ബെറ്റർ സീഡ് ബൈ ടീയറിങ് ഔട്ട് ഓൾഡ് റൂട്ട്സ്, വീഡിങ് ആൻഡ് കൾട്ടിവേറ്റിംഗ് പ്രോപ്പർലി. പഴയ വേരുകൾ കളയുകയും ശരിയായി നട്ടു വളർത്തുകയും ചെയ്തുകൊണ്ട് മെച്ചപ്പെട്ട വിത്ത് നട്ടുപിടിപ്പിക്കാനാണ് കവി നമ്മോട് ആവശ്യപ്പെടുന്നത്. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ 30-40 വേർഡ്സ് ഈച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 തിങ്സ് ദാറ്റ് ദ പോയറ്റ് ഫിയേഴ്സ്. കവി ഭയപ്പെടുന്ന 2 കാര്യങ്ങൾ എന്താണ്? ആൻസർ, ദ പോയറ്റ് ഫിയേഴ്സ് ദാറ്റ് ദ ബ്ലൂ സ്കൈസ് വിച്ച് ആർ നോ ലോങ്ങർ ക്ലിയർ ആൻഡ് ദ സ്റ്റാർസ് വിച്ച് ഹാഡ് ബീൻ ബ്രൈറ്റ് ഹാവ് നൗ ബിക്കേം ഡിം ഹിഡൻ ബൈ ദ ഹ്യൂജ് ഓഫ് പൊല്യൂഷൻ. ഇപ്പോൾ വ്യക്തമല്ലാത്ത നീലാകാശവും തിളക്കമുള്ള നക്ഷത്രങ്ങളും മങ്ങിയതായി കവി ഭയപ്പെടുന്നു. ഈ 2 കാര്യങ്ങളാണ് കവി പ്രധാനമായും ഭയപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടേഴ്സ് ഓഫ് ദ ഓഷ്യൻ? സമുദ്രത്തിലെ സ്ഫടികം പോലെ വ്യക്തമായ വെള്ളത്തിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ആൻസർ, ദ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടേഴ്സ് ഓഫ് ദ ഓഷ്യൻ ഹാവ് ടേൺഡ് ബ്രൗൺ. They are now littered as a result of pollution. The abundant fish and streaming rivers are now a thing of the past. സമുദ്രത്തിലെ സ്ഫടികം പോലെയുള്ള ജലം ഇപ്പോൾ തവിട്ടു നിറമായിരിക്കുന്നു. മലിനീകരണത്തിൻ്റെ ഫലമായി അവ ഇപ്പോൾ ചിതറിക്കിടക്കുകയാണ്. ധാരാളം മത്സ്യങ്ങളും അരുവികളും ഇപ്പോൾ പഴയൊരു ഓർമ്മ മാത്രമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആക്ഷൻ ഷുഡ് വി ടേക്ക് അപ്പ് നൗ? നമ്മളിപ്പോൾ എന്ത് നടപടിയാണ് ഇതിന് സ്വീകരിക്കേണ്ടത്? ആൻസർ, വി ഷുഡ് നൗ പ്ലാന്റ് എ ബെറ്റർ സീഡ് ബൈ ടീയറിങ് ഔട്ട് ഓൾ ഓൾഡ് റൂട്ട്സ്. വി ഷുഡ് കൾട്ടിവേറ്റ് ബൈ റിമൈനിങ് ഓൾ വീഡ്സ് ദാറ്റ് ഹാവ് ഗ്രോത്ത്. വി ഷുഡ് പ്രൊട്ടക്റ്റ് അവർ വാട്ടർ സ്പേസ്, വൈൽഡ് ലൈഫ് ആൻഡ് ട്രീസ്. പഴയ വേരുകൾ കളഞ്ഞ് നാം മെച്ചപ്പെട്ട വിത്ത് നടണം. വളർച്ചയുള്ള എല്ലാ കളകളും അവശേഷിപ്പിച്ച് നമ്മൾ കൃഷി ചെയ്യണം. നമ്മുടെ ജലചാരന്മാരായ വന്യജീവികളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കണം. ആൻസർ ഇൻ 80-100 വേർഡ്സ് ഈച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് ബ്രിങ് ഔട്ട് ദ ട്രൂത്ത് ഓഫ് ദ പ്രോവർബ് യു റീപ്പ് വാട്ട് യു സോ? ഗീവ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും എന്ന പഴഞ്ചൊല്ലിൻ്റെ സത്യം കവി എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരുന്നത്? ഇതിന് ഒരു ഉദാഹരണം പറയുക. ആൻസർ, the poet brings out the truth of the proverb you reap what you sow by drawing a vivid picture of the environment as it stands today. ഇന്നത്തെ പരിസ്ഥിതിയുടെ അവസ്ഥയെപ്പറ്റി ഒരു വ്യക്തമായ ചിത്രം വരച്ചുകൊണ്ടാണ് കവി ഇത് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അർബൻ ലൈഫ് സ്റ്റൈൽസ് ആർ ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ ദ പൊല്യൂഷൻ വിച്ച് ഈസ് ലീഡിങ് ടു മെനി റെസ്പിറേറ്ററി ഡിസീസസ്. വ്യാവസായിക വികസനവും നഗരജീവിത രീതികളും പ്രധാനമായും മലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് നിരവധി ശ്വസന രോഗങ്ങളിലേക്ക് നയിക്കുന്നു. മെനി സ്പീഷീസ് ഓഫ് ബേർഡ്സ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ അറ്റ് ദി ബ്രിങ് ഓഫ് എക്സ്റ്റിങ്ഷൻ. പലയിനം പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും വംശനാശത്തിൻ്റെ വക്കിലാണ്. വി ഹാവ്
not valued what has been bestowed on us by the nature. Global warming, depletion of ozone layer and many more problems are the consequences of our action. പ്രകൃതി നമുക്ക് നൽകിയതിനെ നമ്മൾ വിലമതിക്കുന്നില്ല. ആഗോളതാപനവും ഓസോൺ പാളിയുടെ കുറവും മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. Next question. The poet implies that we do not respect nature or its gift to us. Do you agree? Justify your answer. പ്രകൃതിയെയോ അതിൻ്റെ സമ്മാനത്തെയോ നാം ബഹുമാനിക്കുന്നില്ലെന്ന് കവി സൂചിപ്പിക്കുന്നു. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം പറയുക. ആൻസർ. I agree with the poet when she says that we do not respect nature or her gifts. പ്രകൃതിയെയോ അവളുടെ സമ്മാനങ്ങളെയോ ഞങ്ങൾ മാനിക്കുന്നില്ലെന്ന് കവി പറയുമ്പോൾ ഞാനും യോജിക്കുന്നു. To meet our greeds, we exploit nature. Wastage of papers is causing many trees to be cut down. നമ്മുടെ അത്യാഗ്രഹങ്ങൾ നിറവേറ്റാൻ നാം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. പേപ്പറുകൾ പാഴാക്കുന്നത് ധാരാളം മരങ്ങൾ മുറിച്ച് മാറ്റുവാൻ കാരണമാകുന്നു. We waste water and electricity. We destroy the habitat of birds and animals to meet our requirements. If we will not control our action right now, we will have to face many problems. നമ്മൾ വൈദ്യുതിയും വെള്ളവും പാഴാക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പക്ഷികളെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥ നമ്മൾ നശിപ്പിക്കുന്നു. മനുഷ്യൻ തൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിരവധി പ്രശ്നങ്ങൾ ഭാവിയിൽ നേരിടേണ്ടതായിട്ടായി വരും. താങ്ക് യു.